നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. അരുണാചൽ പ്രദേശിൽ മലയാളി ദമ്പതികളും സുഹൃത്തായ അധ്യാപികയും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല. 3 പേരുടെയും ഇമെയിൽ ചാറ്റ് സംബന്ധിച്ച വിവരങ്ങൾ പോലീസ് കണ്ടെത്തി. 2021 മുതലുള്ള ഇമെയിൽ ചാറ്റ് വിവരങ്ങളാണ് ശേഖരിച്ചതെന്നും ബ്ലാക്ക് മാജിക് ആണോ എന്ന് ഈയൊരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ലെന്നും DCP നിതിൻ രാജ് വ്യക്തമാക്കി. അരുണാചൽ പ്രദേശിലെ ടീമുമായിട്ട് നമ്മുടെ കേരള പോലീസിൻ്റെ ടീം, നമ്മുടെ തിരുവനന്തപുരം സിറ്റി പോലീസിൻ്റെ ടീം ബന്ധപ്പെട്ടിട്ടുണ്ട്. അവിടെ ഇന്നലെ പോസ്റ്റ്മോർട്ടം പരിശോധനകളും അതുപോലെ ഫോറൻസിക് പരിശോധനകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിവ്യൂ ഇന്നലെ നടത്തിയിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ റിവ്യൂ ഇന്നും കൂടെ നടത്തുന്നുണ്ട്. അവരുടെ മുൻകാലങ്ങളിൽ എന്തൊക്കെയാണ് അവർ വായിച്ചിരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ രീതികളിലുള്ള കമ്മ്യൂണിക്കേഷൻസാണ് അവർ നടത്തിയിരുന്നത്, ഈ 3 പേരും തമ്മിൽ എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരുന്നത് എന്നതിനെ പറ്റിയിട്ടൊരു കൂടുതലായിട്ട് അന്വേഷണം ഈ ഒരു കാര്യത്തിൽ വരുത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് അവർ അരുണാചൽ പ്രദേശിലേക്ക് പോയത്, സിറോയിലേക്ക് പോയത് എന്നുള്ളതിനും കൂടുതൽ വ്യക്തത വരുത്തേണ്ടത്. അതിൽ തന്നെ മുൻകൂട്ടിയും മുൻപും അവിടേക്ക് ട്രാവൽ ചെയ്തതായിട്ടുള്ള വിവരങ്ങളും നമ്മുടെ മുമ്പിൽ പ്രാഥമികമായിട്ടുണ്ട്. ആ റൂമിൽ നിന്നും സൂയിസൈഡൽ നോട്ട് കണ്ടെടുത്തിട്ടുണ്ട്. ഫോറൻസിക് പരിശോധനകളിലും ഈ 3 ആൾക്കാരുടെ പ്രസൻസ് മാത്രമേ നമുക്ക് അവിടെ റൂമിലും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരെന്തുകൊണ്ടാണ് അവിടേക്ക് പോയിട്ടുള്ളത്, ആ സൂയിസൈഡ് നോട്ട് പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക ടീം തന്നെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്നുണ്ട്. അതേസമയം ബ്ലാക്ക് മാജിക് സാധ്യത തള്ളാതെയാണ് പോലീസ് അന്വേഷണം. മരിച്ചവർക്ക് ബ്ലാക്ക് മാജിക് സംഘവുമായി ബന്ധമുണ്ടായിരുന്നതിന്റെ സൂചനകൾ നവീന്റെ ലാപ്ടോപ്പിൽ നിന്നും പോലീസിന് ലഭിച്ചുവെന്നാണ് വിവരം. മരണത്തിലേക്ക് വഴിയൊരുക്കിയത് നവീൻ എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. മരണശേഷം അന്യഗ്രഹത്തിൽ സുഖജീവിതം എന്ന് നവീൻ മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചതായും പോലീസ് സംശയിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് BB വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഈ 3 മലയാളികൾ ദമ്പതികളും സുഹൃത്തും മരിച്ച് 2 ദിവസം, അവരുടെ മൃതദേഹം കണ്ടെത്തി 2 ദിവസം കഴിഞ്ഞിട്ടും പോലീസിന് ഈ മരണകാരണം സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താൻ കഴിയുന്നില്ല. ബ്ലാക്ക് മാജിക് ആണെന്ന് സംശയിക്കുന്നു, പക്ഷേ അത് പൂർണ്ണമായും പോലീസ് സ്ഥിരീകരിക്കുന്നില്ല. എന്തായിരിക്കാം ഇനി ഇതിന്റെ കാരണം, ഈ മരണകാരണം, എന്തിനാണ് ഇവർ ആത്മഹത്യ ചെയ്തത് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തണമെങ്കിൽ നിലവിൽ പോലീസ് കണ്ടെടുത്ത ഇമെയിലിലെ വിവരങ്ങൾ പോലീസിന് സഹായകരമാകുമോ? ടോം, ബ്ലാക്ക് മാജിക് ആണോ ഇവരുടെ മരണത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണം എന്നതിൽ ഒരു സ്ഥിരീകരണമില്ല. ഇന്ന് DCPയുടെ ബൈറ്റ് നമ്മൾ ഉൾപ്പെടെ തേടിയിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു സ്ഥിരീകരണത്തിന് ഇപ്പോൾ മുതിരുന്നില്ല, എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ 3 പേരുടെയും മൃതദേഹങ്ങൾ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് മരിച്ച ആര്യയുടെ വീടിന് മുന്നിലാണ്. ഈ ദമ്പതികളുടെ സുഹൃത്താണ് ആര്യ. നവീൻ്റെയും ദേവിയുടെയും ദേവിയുടെ സുഹൃത്തായിരുന്നു. പിന്നീട് ദേവിയുടെ ഭർത്താവായ നവീനെ കൂടി പരിചയപ്പെടുകയായിരുന്നു. 4 വർഷമായി ഇവർക്കിടയിൽ നടന്ന ചർച്ചകൾ, അത് ഫോൺ വഴിയും അതോടൊപ്പം തന്നെ ഇമെയിൽ വഴിയുമൊക്കെയും നടന്ന സംവാദങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങളാണ് പോലീസ് പരിശോധിക്കുന്നത്. ഈ മെയിലുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നത് പരിശോധിക്കുന്നുണ്ട്. അരുണാചൽ പ്രദേശും കേരള പോലീസും സംയുക്തമായാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ തിരുവനന്തപുരത്ത് എത്തിച്ച ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്നായിരിക്കും ഇവിടേക്ക് കൊണ്ടുവരിക. ഈ മുറിക്കുള്ളിൽ, അതായത് അരുണാചൽ പ്രദേശിൽ ഇറ്റാനഗറിൽ ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ മുറിക്കുള്ളിൽ ചില കാര്യങ്ങൾ പോലീസ് കണ്ടെടുത്തിരുന്നു. ഈ ആത്മഹത്യാക്കുറിപ്പിന് പുറമെ ഒരു പാത്രത്തിൽ തലമുടികൾ, അതോടൊപ്പം തന്നെ കറുത്ത വള, അതിൻ്റെ പൊട്ടിയ കഷ്ണങ്ങൾ, അതൊക്കെയും ചില സംശയങ്ങൾക്ക് ഇട നൽകുന്നുണ്ട്. മന്ത്രവാദം പോലുള്ള കാര്യങ്ങൾ ഇവരുടെ മരണത്തിന് മുൻപ് നടന്നു എന്നതടക്കമുള്ള സംശയമാണ് അവശേഷിക്കുന്നത്. മാത്രവുമല്ല, ഈ അന്യഗ്രഹത്തിൽ പോയി ജീവിക്കുക, അങ്ങനെ ഒരു ചിന്ത ഇവർക്കിടയിലേക്ക് കടന്നു വന്നതായ ചില സൂചനകളുണ്ട്. നവീനാണ് ആദ്യം ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്കോ പോകുന്നത്. പിന്നീട് ഈ 2 യുവതികളെയും കൂടി ഇതിലേക്ക് സ്വാധീനിക്കുകയായിരുന്നു എന്ന വിവരം. അതേസമയം തന്നെ നവീന് ഈ താല്പര്യം എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചിന്ത, അത് മറ്റേതെങ്കിലും ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ബ്ലാക്ക് മാജിക് സംഘങ്ങളോ, ബ്ലൂ വെയിൽ പോലുള്ള ഗെയിമുകളുണ്ട്, ആ തരത്തിൽ ഈ ഗെയിമുകളുടെ ഭാഗമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഒക്കെയും പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. ഉറപ്പായും പോലീസിനെ സംബന്ധിച്ച് ഇത് സമഗ്രമായ ഒരു അന്വേഷണം നടത്തിയ ശേഷമായിരിക്കും ഔദ്യോഗികമായി ഒരു പ്രതികരണം നടത്താൻ കഴിയുക.
അതിനു മുൻപ് നമുക്കറിയാവുന്നതാണ്, പല കേസിലും ഉള്ളതുപോലെ തന്നെ തിടുക്കത്തിൽ പോലീസ് ഒരു നിലപാട് വ്യക്തമാക്കില്ല. ഇവിടെയും ആ നില തന്നെയാണ് പോലീസ് കൈക്കൊള്ളുന്നത്. ഏതായിരുന്നാലും ഇപ്പോൾ DCP വ്യക്തമാക്കിയിട്ടുള്ളത് ഏത് സാഹചര്യത്തിലാണ് ഇവർക്ക് വേറെ ആരുടെയെങ്കിലും ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് വേറെ ആരെങ്കിലും ഇവരുമായി ബന്ധപ്പെട്ടിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആര്യയുടെ വിവാഹം വളരെ അടുത്ത് തന്നെ നടത്താൻ തീരുമാനിച്ചിരുന്നതാണ്. വിവാഹ നിശ്ചയം ഇതിനിടെ കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് 26-ന് ആര്യയെ കാണാതാകുന്നത്. ആര്യ കാണാതായി എന്ന് കാട്ടി ആര്യയുടെ ബന്ധുക്കൾ വട്ടിയൂർക്കാവ് പോലീസിൽ 27-ന് പരാതി നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ വളരെ പെട്ടെന്ന് കണ്ടെത്തുന്നതിന് പ്രയാസമായത് കോട്ടയത്തെ ദമ്പതികൾ അവർ വീട്ടിൽ പറഞ്ഞിട്ടാണ് യാത്ര പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് മിസ്സിംഗ് സംഭവങ്ങളെയും ഒരുമിച്ച് കണക്ട് ചെയ്യുന്നതിന് പോലീസിന് ആദ്യഘട്ടത്തിൽ സാധിച്ചിരുന്നില്ല. കാരണം അവർ പറഞ്ഞിട്ട് പോവുകയും ആര്യയുടേത് ഒരു മാൻ മിസ്സിംഗ് കേസ് എന്ന നിലയിൽ വട്ടിയൂർക്കാവ് പോലീസ് എടുക്കുകയുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള ഒരു ബന്ധം ആദ്യഘട്ടത്തിൽ ഈ കാണാതാകലുമായി ബന്ധപ്പെട്ട് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ദേവിയുമായി ആര്യ തുടർച്ചയായി സംസാരിച്ചിരുന്നു എന്ന കാര്യം മനസ്സിലാക്കുന്നത്. ദേവി നേരത്തെ തിരുവനന്തപുരം സ്വദേശിയാണ്. ആര്യയും ദേവിയും ഒരു സ്കൂളിൽ തന്നെ പഠിപ്പിച്ചിരുന്നവരാണ്. ദേവി ജർമ്മൻ പഠിപ്പിക്കുന്ന ടീച്ചറും ആര്യ ഫ്രഞ്ച് അധ്യാപികയുമായിരുന്നു. ഇവർ ആ സമയത്ത് പരിചയപ്പെട്ടതാണ്, കോവിഡ് സമയം. അതിനുശേഷം ഇവർ തമ്മിൽ കണ്ടിരുന്നില്ല. പക്ഷേ ഏതാണ്ട് 4 വർഷമായി ഇവർ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിനുശേഷമാണ് ഈ മെയിൽ വഴിയുള്ള ഇവരുടെ ഇടപാടുകൾ. ഏറ്റവും ഒടുവിൽ ഈ മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന സമയത്ത് തന്നെ പോലീസ് ഫോണിലും ലാപ്ടോപ്പിലും ഉൾപ്പെടെ നടത്തിയ പരിശോധനകൾ, ഈ പരിശോധനകളിൽ നിന്നാണ് ഇവരിങ്ങനെ ഈ അന്യഗ്രഹ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരഞ്ഞിരുന്നു എന്ന കാര്യം മനസ്സിലാകുന്നത്. മാത്രവുമല്ല, ഇവിടെ ഇത്രയും കാലം സന്തോഷത്തോടെ ജീവിച്ചു, ഇനി ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന നിലയ്ക്കായിരുന്നു. വിനോദ്, ഈ അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ച് ഇവർ സ്വപ്നം കണ്ടു, അതല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അവിടെ ഈ ബ്ലാക്ക് മാജിക് സംഘത്തിന്റെ പങ്ക് എന്തായിരിക്കണം? കാരണം തുടക്കത്തിൽ നമ്മൾ ഈ പുനർജന്മത്തെക്കുറിച്ചൊക്കെ ആയിരുന്നു ആദ്യം പുറത്തു വന്ന അഭ്യൂഹങ്ങൾ. അതായത് മരണാനന്തരം ഒരു പുനർജന്മം, ആ പുനർജന്മം അന്യഗ്രഹത്തിലായിരിക്കും എന്നൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇവർ ഈ രീതിയിൽ ജീവനൊടുക്കിയത് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. പക്ഷേ അവരെ അതിലേക്ക് നയിച്ച ഒരു ഘടകമുണ്ടായിരിക്കണം. ആരായിരിക്കാം ഇങ്ങനെ ഒരു സന്ദേശം അല്ലെങ്കിൽ ഇവരുടെ മനസ്സിനെ ആ രീതിയിൽ നിയന്ത്രിച്ചത്? പിന്നിൽ ആരായിരിക്കും? നേരത്തെ ഒരു പുനർജനി എന്ന സംഘടനയെക്കുറിച്ച്, സംഘടനയിൽ ഒരു അംഗമായിരുന്നു എന്ന് പറയുന്നു. ആ സംഘടനയ്ക്ക് ബന്ധമുണ്ടോ? അവർക്ക് ബ്ലാക്ക് മാജിക് സംഘവുമായി ബന്ധമുണ്ടോ? ആ ഒരു ഘട്ടത്തിലേക്ക്, ആ ഒരു തലത്തിലേക്ക് പോലീസിന്റെ അന്വേഷണം നീങ്ങിയിട്ടുണ്ടോ വിനോദ്? ടോം, ഇതുവരെയും മറ്റേതെങ്കിലും സംഘത്തിനോ അല്ലെങ്കിൽ അങ്ങനെ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളോ നേരിട്ട് ഇവരുമായി ബന്ധപ്പെട്ടതിൻ്റെ തെളിവുകൾ ഇതുവരെ ലഭിച്ചില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ആ വഴിക്കുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. കാരണം നവീനാണ് ആദ്യം ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുന്നത്. ഇങ്ങനെ ഈ അന്യഗ്രഹ ജീവിതം, അത് ഇവിടുത്തെ മരണാനന്തര ജീവിതമായി വീണ്ടും പുനർജനിച്ച് മറ്റൊരു ഗ്രഹത്തിൽ ജീവിക്കുന്നു, അവിടെ ജന്മമെടുക്കുന്നു, കൂടുതൽ സുഖമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, ആ നിലയ്ക്കൊക്കെയുള്ള ഒരു ചിന്താഗതിയാണ്. അവിടെ നിന്ന് ഈ യുവതികൾ കൂടി ഈ ഒരു ചിന്താഗതിയിലേക്ക് വന്നു വീഴുകയാണ്. അത് നവീൻ്റെ ഒരു താല്പര്യപ്രകാരം നവീനാണ് അതിന് കാരണക്കാരനായതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു നിഗമനമാണ്, പ്രാഥമികമായ ഒരു വിലയിരുത്തലാണ് പോലീസിനുള്ളതും. അതിനപ്പുറത്തേക്കാണ് മറ്റാരെങ്കിലും ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ, ഏതെങ്കിലും സംഘങ്ങൾ. അറിയാം, ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ടൊക്കെയും അങ്ങനെ നടക്കുന്ന ആളുകളുണ്ട്. അത് കേരളത്തിലുണ്ട്, ഗോവ പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നേരത്തെ ധാരാളം വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെയും വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സംസ്ഥാനത്തിനകത്തോ പുറത്തോ ഉള്ള ഗ്രൂപ്പുകളോ അങ്ങനെയുള്ള ആളുകളോ വ്യക്തികളോ ഏതെങ്കിലും തരത്തിൽ ഇവരെ സ്വാധീനിച്ചിരുന്നു എന്ന കാര്യം പരിശോധിക്കുന്നുണ്ട്. അവിടെയാണ് ഇനിയുള്ള അന്വേഷണം. അത് എന്തുകൊണ്ട് ഇവർ അരുണാചൽ പ്രദേശിലേക്ക് പോയി, അവിടം തിരഞ്ഞെടുത്തതിൻ്റെ സാഹചര്യം എന്ത്, അവിടെയുള്ള ആർക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. ഇവർ കൊൽക്കത്തയിലേക്ക് പോകുന്നു, അവിടെ നിന്ന് അസമിലേക്ക് പോകുന്നു, അവിടെ നിന്നാണ് പിന്നീട് അരുണാചൽ പ്രദേശിലേക്ക് പോകുന്നത്. നേരത്തെ നവീനും ദേവിയും നേരത്തെ തന്നെ ഈ സ്ഥലത്ത് പോയിട്ടുള്ളതായി പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ ആര്യ ആദ്യമായാണ് പോകുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ആര്യയുടെ വിവാഹം വളരെ അടുത്ത് നടക്കാനിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വീട്ടിൽ നിന്ന് കാണാതാകുന്നത്. ഈ രണ്ട് യുവതികളും സമീപ കാലങ്ങളായി മറ്റാരോടും അധികം ഇടപഴകുന്ന സ്വഭാവമില്ലായിരുന്നു. രണ്ടുപേരും എപ്പോഴും മുറിക്കുള്ളിൽ
കൂട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. മറ്റുള്ളവരുമായി അങ്ങനെ സംവദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതിലൊരാൾ ഓൺലൈനിൽ ഈ അടുത്ത വിനോദ് ഇപ്പോൾ നിൽക്കുന്നത് ആര്യയുടെ വസതിക്ക് മുന്നിലാണ്. സംസ്കാര ചടങ്ങുകൾ, ദേവിയുടെയും ആര്യയുടെയും സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് നടക്കുന്നുണ്ട്. ഇന്നലെ ഈ ആര്യയുടെ ബന്ധുക്കൾ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നു. ആര്യയെ കെണിയിൽപ്പെടുത്തിയതാണെന്ന്. ഇന്ന് ഈ സംസ്കാരം നടക്കാൻ പോവുകയാണ്. സ്വാഭാവികമായും അത്തരമൊരു കുടുംബാംഗങ്ങളുടെ കൂടുതൽ പ്രതികരണങ്ങൾ അതിനുശേഷമായിരിക്കാം ലഭ്യമാകുക. പക്ഷെ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം അവർ പ്രകടിപ്പിക്കുന്നുണ്ടോ? ഏതെങ്കിലും ഈ ആര്യയുടെ ഈ സ്വഭാവ രീതിയിൽ, നേരത്തെ ആര്യ മുറിക്കുള്ളിൽ തനിച്ചിരിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളെന്ന് പറയുന്നുണ്ട്. അത് എത്ര നാൾ മുൻപാണ് ആര്യയുടെ സ്വഭാവത്തിൽ ഈ മാറ്റങ്ങൾ വന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്? ആര്യ ഇതുമായി ബന്ധപ്പെട്ട ഈ ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ ഈ അന്യഗ്രഹ ജീവിതം സംബന്ധിച്ചോ ആരോടെങ്കിലൊക്കെ, സുഹൃത്തുക്കളോടോ മറ്റു ബന്ധുക്കളോടെങ്കിലും തൻ്റെ ആശയങ്ങൾ, ഇങ്ങനെയുള്ള ആശയങ്ങൾ പങ്കുവച്ചതായിട്ടുള്ള വിവരങ്ങളുണ്ടോ? ടോം, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആര്യയുടെ വീടിന് മുന്നിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് 3 പേരുടെയും മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നാട്ടുകാരും ബന്ധുക്കളും അടക്കമുള്ളവർ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ആര്യയുടെ ബന്ധുക്കൾ ഈ ആരോപണം ഉന്നയിച്ചിരുന്നതാണ്. ആര്യയ്ക്ക് ഇതിൽ അതായത് ആ പെൺകുട്ടിയെ നിഷ്കളങ്കയായിരുന്നു. ആ പെൺകുട്ടിയെ ഇങ്ങനെ പറഞ്ഞ് ഇതിൽ ചതിയുടെ ഒരു കുഴിയിലേക്ക് വലിച്ചിടുകയായിരുന്നു. ഒടുവിൽ ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന ഒരു ആരോപണം തന്നെയാണ് ഈ ബന്ധുക്കളും നാട്ടുകാരും അടക്കം പറയുന്നത്. വളരെ സാധാരണ ഒരു പെൺകുട്ടിയായിരുന്നു. എല്ലാവരോടും വളരെ സ്നേഹമായി പെരുമാറുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷേ ഇവരുമായുള്ള സഹവാസം, ഇവരുമായുള്ള ഈ അടുപ്പമാണ് ഇങ്ങനെ ഒരു കുഴപ്പത്തിലേക്ക് ആര്യയെയും കൊണ്ട് തള്ളിയിട്ടതെന്നാണ് പൊതുവിൽ ഈ നാട്ടുകാർ ഉന്നയിക്കുന്ന ഒരു ആരോപണം. പ്രത്യേകിച്ച് നവീനെതിരെയാണ്. നവീനാണ് ഇതിൽ വലിയ ആകൃഷ്ടനായി ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക്. കാരണം നവീൻ്റെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെയും പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അന്യഗ്രഹവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരതിയിരുന്നു. ചില ഫയലുകൾ ഡൗൺലോഡ് ചെയ്തിരുന്നു. 500,000 പേജിലുള്ള ചില കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്തിരുന്നു. അതിലെല്ലാം പറയുന്നത് മരണാനന്തര ജീവിതത്തെക്കുറിച്ചും മറ്റ് ഗ്രഹത്തിൽ പോയി താമസിക്കുന്ന അല്ലെങ്കിൽ പുനർജനിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെയുമാണ്. അതിനുള്ള വഴി ഇത്തരത്തിലുള്ള ബ്ലാക്ക് മാജിക് ആണോ? അങ്ങനെ ഇവർ കരുതി ഈ ഒരു വഴിയിലൂടെ പോയി അതിൽ ഈ 2 പെൺകുട്ടികൾ ഈ വലയിൽ വീണു എന്ന ഒരു ആരോപണമാണ് പൊതുവിൽ ഉയരുന്നത്. പക്ഷേ ഇതിനപ്പുറത്തേക്ക്, ഈ 3 പേർക്കപ്പുറത്തേക്ക് മറ്റാരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം ഗൗരവമായി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും സംഘടനകളുടെ സ്വാധീനം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്തിനകത്തും പുറത്തും ഇങ്ങനെ ബ്ലാക്ക് മാജിക് സംഘങ്ങൾ പല ഇടങ്ങളിലായി പ്രവർത്തിക്കുന്നുണ്ട്. ഒരു അധോലോക സ്വഭാവത്തിൽ തന്നെയാണ് ഇവരുടെ പ്രവർത്തനം. അതിനകത്ത് വലിയ തോതിലുള്ള ക്രൈം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. വലിയ സമ്പന്നതയുടെ ഒരു മറ ഇതിനുണ്ട്. ആ തരത്തിലുള്ള ഒക്കെയുമുള്ള പല കാര്യങ്ങളുണ്ട്. ഇത് ഇങ്ങനെയുള്ള ഗ്യാങ്ങുകൾ ഈ ആളുകളെ കുഴിയിൽ ചാടിക്കുന്നതിന്, അവരുടെ വലയത്തിൽ കൊണ്ടുപോയി ഇങ്ങനെ ഏറ്റവും ഒടുവിൽ ഈ പെട്ടുപോകുന്നവർക്ക് ജീവൻ തന്നെ നഷ്ടമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുന്ന നില. മറ്റൊന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചില ഗെയിമുകൾ. പക്ഷേ ഇതുവരെയും അങ്ങനെ ഗെയിമുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല. ബ്ലൂ വെയിൽ പോലുള്ള ഗെയിമുകളുണ്ട്. നേരത്തെ തന്നെ വലിയ വിവാദമായതാണ്. കുട്ടികൾ ജീവനെടുക്കുന്ന നിലയിലേക്ക്, അത് കേരളത്തിലെന്നല്ല ലോകത്താകമാനം തന്നെയും കുട്ടികൾ ചതിക്കണിയിൽ ഓരോ ചലഞ്ചുകൾ കൊടുക്കുകയും അത് പൂർത്തീകരിക്കുമ്പോൾ അടുത്ത ചലഞ്ച് ഏറ്റവും ഒടുവിൽ അവരുടെ ജീവൻ തന്നെ നഷ്ടമാകുന്ന തരത്തിലേക്കുള്ള ചലഞ്ചിലേക്ക് അവരെ തള്ളിവിടുന്ന രീതിയിലുള്ള ഗെയിമുകളുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഗ്രഹത്തിൽ താമസം, പുനർജന്മം, കൂടുതൽ മറ്റൊരു ലോകത്തേക്ക് അവരുടെ സങ്കല്പത്തിലുള്ള ഏറ്റവും അവർ ആ നിലയ്ക്കാണ് കാണുന്നതെന്നാണ് മനഃശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത്. ഇവരുടെ സങ്കല്പത്തിൽ വലിയ ഭംഗിയുള്ള, സൗന്ദര്യമുള്ള, ഏറ്റവും സുഖലോലുപമായി ജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള, സ്വച്ഛന്തമായെന്ന് അവർ കരുതുന്ന തരത്തിലുള്ള ഏതോ ഒരു ലോകം അവർ സങ്കല്പിക്കുകയും ആ ലോകത്തേക്കുള്ള യാത്ര എന്ന നിലയ്ക്ക് ഇങ്ങനെ കടും കൈകൾ ചെയ്യുകയും ജീവൻ നഷ്ടമാകുകയും ചെയ്യുന്ന കാര്യങ്ങൾ അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചതെന്ന് മനഃശാസ്ത്രജ്ഞർ ഉൾപ്പെടെയുള്ളവരും ആ നിഗമനം പങ്കുവയ്ക്കുന്നുണ്ട്. ഏതായിരുന്നാലും വലിയ ദുഃഖമുണ്ടാക്കുന്ന ഒരു സംഗതി തന്നെയാണ്. കാരണം വിവാഹം ഉറപ്പിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ് ആര്യ. ഈ വീട്
പൂർണ്ണമായും ഒരു വിവാഹം നടത്തുന്നതിൻ്റെ ഒരുക്കങ്ങളിലേക്ക് പോവുകയായിരുന്നു. വിവാഹ നിശ്ചയം ദിവസങ്ങൾക്ക് മുൻപാണ് ഇവിടെ നടന്നത്. ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് പെട്ടെന്ന് ഒരു മരണവീടാകുന്നു. മാത്രവുമല്ല, ഒരു സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു മരണം എന്നതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള ബ്ലാക്ക് മാജിക്കുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, അല്ലെങ്കിൽ എന്തിന് മരിച്ചു എന്നത് പോലും വ്യക്തമാകാത്ത സാഹചര്യം, വിചിത്രമായ മുറിവുകൾ ശരീരത്തിലുണ്ടാക്കുക, ഇങ്ങനെ ഈ പെൺകുട്ടികൾക്ക് പോലും അത് കഴിഞ്ഞോ എന്ന ചോദ്യം, മുറിപ്പാടുകൾ ഉണ്ടാക്കുകയും രക്തം കട്ടിപിടിക്കാതിരിക്കാൻ ആദ്യം തന്നെ മരുന്ന് കഴിക്കുകയും ആ മരുന്ന് കഴിച്ച ശേഷം ശരീരത്തിൽ മുറിപ്പാടുണ്ടാക്കുകയും ശരീരത്തിൽ നിന്ന് രക്തം പൂർണ്ണമായി വാർന്നു പോവുകയും 3 പേരും മരിക്കുകയും ചെയ്യുന്ന വളരെ ദാരുണമായ ഒരു സാഹചര്യം. ഇവരുടെ മനോനില ആ തരത്തിലേക്കൊക്കെ മാറിപ്പോയി എന്നത് തന്നെയാണ് ഏറ്റവും ഞെട്ടലുണ്ടാക്കുന്ന കാര്യവും. ഈ മുറി പരിശോധിക്കുമ്പോഴും ആത്മഹത്യക്കുറിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു, ഇനി പോകുന്നു എന്ന നിലയ്ക്കായിരുന്നു. മറ്റാർക്കും പങ്കില്ല എന്ന് എഴുതിയിരിക്കുന്നു. ഒരു പാത്രത്തിൽ തലമുടിയും അതോടൊപ്പം തന്നെ പൊട്ടിയ വളച്ചില്ലുകളും ഇതെല്ലാം തന്നെയും ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു മന്ത്രവാദം അവിടെ നടന്നു, അല്ലെങ്കിൽ ആ തരത്തിലുള്ള എന്തെങ്കിലും ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യാൻ ശ്രമിച്ചോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ചോദ്യമായി അവശേഷിക്കുന്നു. ഇവരെ ഇതിലേക്ക് നയിച്ച ചെയ്തോ വിഹാരം, ഇതെല്ലാം തന്നെ പുറത്തു വരേണ്ടതുണ്ട്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. രണ്ട് യുവതികളുടെയും സംസ്കാര ചടങ്ങ് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് നടക്കും. നവീൻ്റെ മൃതദേഹം കോട്ടയത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ടോം, വ്യക്തമാണ്. ആര്യയുടെ വസതിക്ക് മുന്നിൽ നിന്നും BB വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഉച്ച കഴിഞ്ഞാണ് ആര്യയുടെയും ദേവിയുടെയും സംസ്കാര ചടങ്ങുകൾ നടക്കുക. നവീൻ്റെ മൃതദേഹം കോട്ടയത്തേക്ക് കൊണ്ടുപോകും. എന്തായാലും വലിയ ഞെട്ടലുളവാക്കിയ സംഭവമാണ്. ആ കുടുംബം, അതായത് ആര്യയുടെ വിവാഹത്തിന് ഒരുങ്ങിയിരുന്ന ആ വീടാണിപ്പോൾ ആര്യയ്ക്ക് അന്ത്യയാത്ര നൽകാൻ ഒരുങ്ങിയിരിക്കുന്നത്. അതിന് നിരവധി ആളുകൾ ആര്യയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ നടുക്കം കുടുംബാംഗങ്ങൾക്കും നാട്ടുകാർക്കുമുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ദുരൂഹതയുണ്ട്, പല അഭ്യൂഹങ്ങളുമുണ്ട്. ബ്ലാക്ക് മാജിക് ആണോ എന്ന കാര്യത്തിൽ പോലീസ് ഉറപ്പിക്കുന്നില്ല. പക്ഷേ അത് കേന്ദ്രീകരിച്ചാണ് പോലീസിൻ്റെ അന്വേഷണം നീങ്ങുന്നത്.